എന്തുകൊണ്ട് ബ്ലാസ്ഫമി നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനും എല്ലാത്തിനും മതം കയറ്റുന്നു എന്ന് ചോദിക്കാം. മതമാണ് മക്കളെ കാരണം. അതുകൊണ്ടാണ് യഹൂദികളെ തോൽപ്പിക്കാതെ അന്ത്യദിനം സംഭവിക്കില്ല. മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ യുദ്ധം നടക്കുകയും മുസ്ലിങ്ങൾ അവരെ കൊല്ലുകയും ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കില്ല. മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. എല്ലാവരും പറയും അവിടുത്തെ പ്രശ്നം എന്താണ്, ഭൂമി തർക്കമാണ്, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ ഓരോരുത്തർ അടിച്ചിടും. ഒരു 2 സ്റ്റേറ്റും ഇല്ല. 2 സ്റ്റേറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഹമാസ് തട്ടി ദൂരെ എറിയും. അവരൊരിക്കലും 2 സ്റ്റേറ്റിന് വേണ്ടിയല്ല. മൊത്തം ഇസ്രായേലും ആ ഭാഗം മുഴുവൻ അവർക്ക് വേണം. ഒറ്റ ജൂതനും അവിടെ പാടില്ല. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് സർവ്വ ജൂതനെയും തൂത്തെറിയുന്നവരെ എനിക്ക് വിശ്രമമില്ല. അതുപോലെ തന്നെ ജൂതനെ സുഹൃത്താക്കരുതെന്ന് ഖുറാനിൽ തന്നെ ഉണ്ട്. ജൂതനെ കുറിച്ച് ഒരുപാട് ആന്റിസെമിറ്റിക് ആയിട്ടുള്ള കണ്ടമാന ലൈൻസ് ഖുറാനിലുണ്ട്. എന്തിനാ ഈ ഹദീസുകളിലേക്കൊക്കെ പോകുന്നു? ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നലെ ഈ കുട്ടികളുടെ ശവം ഓരോ പെട്ടികളിലായിട്ട് കൈമാറുന്ന അവസ്ഥയിൽ അവിടെ ഓടിക്കൂടിയ ആളുകൾ, 1000-ഓളം ആളുകൾ ഉണ്ടാവും. അവർ കൈയടിക്കുന്നു, അവർ ആരവം ഉയർത്തുന്നു. അതിൽ പലരുടെയും കയ്യില് അതേ പ്രായത്തിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അവന്റെ കയ്യിൽ സ്വന്തം മകൾ ഇരിക്കുകയാണ്. ഈ കൊണ്ടുപോകുന്നത് ജൂത കുട്ടികൾ. 4 മാസം പ്രായമുള്ളപ്പോൾ തട്ടിക്കൊണ്ടുവന്നത്, 2 വയസ്സ് പ്രായമായപ്പോൾ തട്ടിക്കൊണ്ടുവന്നത് ഒരമ്മ. അപ്പൊ നമ്മൾ പറയുന്ന ഇന്നസെന്റ് ഗാസൻസ് എന്നാണ്. ദാറ്റ് ഇന്നസെൻസ് ഈസ് നോട്ട് ദാറ്റ് ഇന്നസെന്റ്.